കഴിഞ്ഞ വീഡിയോയിൽ PT2258 എന്ന IC ഉപയോഗിച്ച് ഒരു 6 ചാനൽ ഡിജിറ്റൽ വോളിയം കൺട്രോളർ ആയിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. ഈ വീഡിയോ PT2258 എന്ന IC ഉപയോഗിച്ച് 24 ചാനൽ വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു റിമോട്ട് കിറ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. PT2258ൽ 4 അഡ്രസ്സുകൾ സെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നതുകൊണ്ട് 4 ICകൾ ഉപയോഗിച്ച് 24 ചാനൽ വരെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും. അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ബോർഡാണ് ഈ കാണുന്നത്. ഓരോ ICയുടെയും അഡ്രസ്സ് ഈ പിന്നുകൾ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ബോർഡിലേക്കുള്ള പവർ സപ്ലൈയും കൺട്രോൾ ബോർഡിൽ നിന്നുള്ള കണക്ഷനും കൊടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഇത് കൺട്രോളിംഗ് ബോർഡിൽ നിന്ന് വരുന്ന കണക്ഷനാണ്. ഇത് പവർ സപ്ലൈ ആണ്. ഈ ബോർഡിലേക്കുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. 24 ചാനൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളൊരു ഡയഗ്രമാണ് ഈ കാണുന്നത്. ഇതിൽ ഓരോ ബോർഡിൻ്റെ അഡ്രസ്സും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡിൽ നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പവർ സപ്ലൈയിൽ ഗ്രൗണ്ട് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളൊരു ഡയഗ്രമാണ് ഈ കാണുന്നത്. ഇതിൽ ഡിജിറ്റൽ ഗ്രൗണ്ടും അനലോഗ് ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ 2 ഗ്രൗണ്ടുകൾ ബോർഡിനുള്ളിൽ ഷോർട്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. അത് ICയുടെ ഓഡിയോ ക്വാളിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചാനൽ ഗ്രൗണ്ടും പവർ സപ്ലൈ ഗ്രൗണ്ടും ബോർഡിന് പുറത്ത് ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കണം. ഇത് കണക്ട് അല്ല എന്നുണ്ടെങ്കിൽ IC കറക്റ്റ് വർക്ക് ചെയ്യില്ല. ഇവിടെ വയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോർഡിന് ആവശ്യമായ പവർ സപ്ലൈയും അതുപോലെ തന്നെ കൺട്രോളിംഗ് ബോർഡിലേക്കുള്ള കണക്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡ് 1 എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 2 എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ബോർഡിൻ്റെ പുറകുവശത്താണ് ഷോർട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഓരോ ബോർഡിൽ നിന്നുള്ള ഓരോ ഇൻപുട്ടും ഓരോ ഔട്ട്പുട്ടും മാത്രമേ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇത് ഔട്ട്പുട്ടും ഈ കാണുന്നത് ഇൻപുട്ടുമാണ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് നോക്കാം.